إن الحمد لله نحمده ونستغفره اللهم صل وسلم وبارك عليه. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യമായി ഉപയോഗിച്ച വിശേഷണം അഹദ് എന്നതാണ്. പക്ഷേ ഇനി ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് അഹദ് അറബിയിൽ വാഹിദ് എന്ന പദം ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് ഖുർആൻ അഹദ് തിരഞ്ഞെടുത്തു? കാരണം ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് വാഹിദ് എന്ന പദവും ഉപയോഗിക്കുന്നു. വ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യനാണ്. പക്ഷേ സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹു പറയുന്നു അല്ലാഹു അഹദ്. പ്രമുഖ തഫ്സീർ പണ്ഡിതന്മാരും വിശദീകരിക്കുന്നത് അഹദ് എന്ന പദം അള്ളാഹുവിൻ്റെ അതുല്യവും താരതമ്യം ചെയ്യാനാവാത്തതുമായ ഏകത്വത്തെ പ്രഖ്യാപിക്കുന്നുവെന്നാണ്. അതായത് അവന് സമാനനില്ല, അവന് തുല്യനില്ല, അവന് പങ്കാളിയില്ല. അതുകൊണ്ടാണ് സൂറത്തിൻ്റെ അവസാനത്തിലും അള്ളാഹു പറയുന്നത് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായ ആരുമില്ല. അതായത് സൂറത്തിൻ്റെ ആദ്യ ആയത്ത് പ്രഖ്യാപിച്ചത് അവസാന ആയത്ത് ഉറപ്പിക്കുന്നു. അഹദ് എന്നത് വെറും ഒരുവൻ എന്നല്ല, അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല എന്ന ഖുർആന്റെ പ്രഖ്യാപനമാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഇവിടെ നിർത്തുന്നില്ല. അടുത്തതായി അള്ളാഹു പറയുന്നു അല്ലാഹു സമദ്. ഇവിടെ ഒരു അത്ഭുതമുണ്ട്. ആദ്യം അള്ളാഹു പറഞ്ഞു ഞാൻ അഹദ് ആണ്, അതായത് എന്നെപ്പോലെ മറ്റാരുമില്ല. ഉടനെ തന്നെ പറഞ്ഞു ഞാൻ സമദ് ആണ്, അതായത് എല്ലാവരും ആശ്രയിക്കുന്നത് എന്നെയാണ്. ഇത് യാദൃശ്ചികമായ ക്രമമല്ല. ആദ്യം അള്ളാഹു ആരാണ് എന്ന് പഠിപ്പിച്ചു, പിന്നീട് സൃഷ്ടികളുമായുള്ള അവൻ്റെ ബന്ധം എന്താണെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അഹദ് കഴിഞ്ഞ ഉടനെ സമദ് വന്നത്. ഇത് നമ്മുടെ ജീവിതത്തെയും മാറ്റുന്നു. അള്ളാഹു അഹദ് ആണെങ്കിൽ ആരാധന അവനിലേക്ക് മാത്രം, അള്ളാഹു സമദാണെങ്കിൽ ആശ്രയവും അവനിലേക്ക് മാത്രം. അതുകൊണ്ടാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. എല്ലാവർക്കും അവൻ ആവശ്യമുണ്ട്, പക്ഷേ അവൻ ആരെയും ആവശ്യമില്ല. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ശ്വാസം അവൻ ആശ്രയിച്ചാണ്, നമ്മുടെ ഹൃദയമിടിപ്പ് അവൻ ആശ്രയിച്ചാണ്, സൂര്യൻ ഉദിക്കുന്നത് അവൻ്റെ അനുമതിയോടെയാണ്, മഴ പെയ്യുന്നത് അവൻ്റെ വിധിയിലാണ്. എന്നാൽ അവയിൽ ഒന്നിനെയും അള്ളാഹു ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് ഒരു വിശ്വാസി പ്രയാസം വരുമ്പോൾ ആദ്യം ഹൃദയം തിരിയേണ്ടത് അസ്വമതിലേക്കാണ്. കാരണം ഈ ലോകത്ത് എല്ലാ വാതിലുകളും അടഞ്ഞാലും അവൻ്റെ വാതിൽ ഒരിക്കലും അടയില്ല. പക്ഷേ സൂറത്തുൽ ഇഖ്ലാസ് ഇനിയും അവസാനിച്ചിട്ടില്ല. അടുത്ത ആയത്തിൽ അള്ളാഹു മനുഷ്യരുടെ ഏറ്റവും വലിയ തെറ്റായ ദൈവസങ്കല്പങ്ങളെ തിരുത്തുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിക്കപ്പെട്ടിട്ടുമില്ല. എന്തുകൊണ്ട് ഖുർആൻ ഇത് പ്രത്യേകം പറഞ്ഞത്? അതാണ് അടുത്ത ഭാഗത്തിൽ ഇൻഷാ അല്ലാഹ്.